അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അൽ ബയാൻ ദർസ് അംഗങ്ങളെ, അപ്പോൾ നമ്മൾ സൂറത്തു യാസീനിലാണ് ഉണ്ടായിരുന്നത്. സൂറത്തു യാസീനിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞു. അതിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത് മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അന്താക്കിയ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്ക് 3 ആളുകളെ പറഞ്ഞേക്കുകയും ആ 3 ആളുകളെയും ആ സമൂഹം കളവാക്കുകയും അവരെ അവിശ്വസിക്കുകയും ചെയ്തപ്പോൾ ആ ഒരു പട്ടണത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഒരാൾ വരികയും, ഹബീബുൻ നജ്ജാർ എന്ന് പറഞ്ഞ ഒരാൾ വരികയും ആ സമൂഹത്തോട് നിങ്ങൾ ഇവരെ വിശ്വസിക്കണം, ഇവർ അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാരാകുന്നു എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ആ സമൂഹം കേട്ടില്ല. അപ്പോൾ ഈ ഹബീബുൻ നജ്ജാർ അവരോട് പറഞ്ഞത്, നമ്മൾ അവസാനം പറഞ്ഞിരുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരാളെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ ആരാധിക്കാനോ എനിക്ക് സാധിക്കില്ല. മാത്രമല്ല, ഞാനെങ്ങാനും അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ആരാധിച്ചാൽ അവസാനം ഞാൻ വ്യക്തമായ വഴികേടിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഇന്നി ലഫീ ളലാലിൻ മുബീൻ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ബാക്കി ഇന്നി ആമൻതു ബിറബ്ബിക്കും ഇസ്മഊൻ. ആര് പറയാണ്? ഈ ഹബീബുൻ നജ്ജാർ എന്ന് പറഞ്ഞ ഈ ആൾ പറയാണ്, ഞാൻ ഏതായാലും അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. ഇന്നി ആമൻതു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, നിങ്ങൾ എന്നെ കേൾക്കുവീൻ. എന്നാൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ എന്നെ അനുസരിക്കൂ. ഞാൻ ഏതായാലും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവരെ അദ്ദേഹത്തെ എറിയുകയും അവസാനം അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു എന്നാണ്. വിശദമായ തഫ്സീറിൽ കാണാം, അദ്ദേഹത്തെ ഈർച്ചവാൾ എന്ന് പറയും. ഇങ്ങനെ വാള്, മരം മുറിക്കുന്ന വാളുണ്ടാവും, ആ വാൾ കൊണ്ട് അദ്ദേഹത്തെ മുർദാവ് ഇങ്ങനെ മുറിച്ച് അദ്ദേഹത്തെ 2 പിളർപ്പാക്കിയിട്ട് കൊന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണാം. മാത്രമല്ല, ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 3 ദൂതന്മാരെയും ഇവർ കൊന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഖീല ദുഖുലിൽ ജന്ന. അപ്പം ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന്. അവർ 2 അഭിപ്രായം പറയുന്നുണ്ട്. ഒന്ന്, ഇദ്ദേഹം മരിച്ചു, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുന്നത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന്. അല്ല, മറ്റൊരു അഭിപ്രായത്തിൽ പറഞ്ഞത് ഈസ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഇദ്ദേഹം മരിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായവും പറയുന്നു. ഏതായാലും അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമൂഹത്തിന് അറിയുമായിരുന്നുവെങ്കിൽ, എന്നാൽ ഈ സമൂഹത്തിന് അള്ളാഹുവാണ് ഏക ദൈവമെന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം അങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് എന്നർത്ഥം. ബിമാ ഗഫറലി റബ്ബി, എൻ്റെ റബ്ബി എനിക്ക് പുറത്തു തന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുള്ളത്? എൻ്റെ രക്ഷിതാവ് എനിക്ക് മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വജഅൽനി മിനൽ മുക്രമീൻ, എൻ്റെ രക്ഷിതാവ് എന്നെ ബഹുമാന്യരിൽ, മുക്രമീങ്ങൾ അങ്ങനെ ബഹുമാന്യരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ആക്കിയിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു എന്നെ ഈ ബഹുമാന്യരുടെ കൂട്ടത്തിൽ ആക്കിയതെന്നും അള്ളാഹു എനിക്ക് മഗ്ഫിറത്ത് നൽകിയത് എന്തിനാണെന്നൊക്കെ എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ് മരണത്തിന് ശേഷവും. കാരണം അതൊന്നും അറിയാത്തത് കൊണ്ടാണ്, അതൊന്നും വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവരൊക്കെ കൂടെ ഇദ്ദേഹത്തെ കൊന്നത്. അപ്പോൾ കൊന്നതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഇങ്ങനെ എൻ്റെ സമൂഹത്തിന് ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. അള്ളാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലെങ്കിൽ സ്വഹാബികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, വമാ അൻസൽനാ അലാ ഖൗമിഹി, ഒരു സമൂഹത്തിലേക്കും, എന്നാണ് ഇവരെ ഈ ഒരു ഹബീബുൻ നജ്ജാറിൻ്റെ ഈ സമൂഹം എന്ന് പറഞ്ഞല്ലോ, ആ സമൂഹത്തിലേക്ക് നാം ഇറക്കിയിട്ടില്ല. മിൻ ബഅദിഹി എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം, ഹബീബുൻ നജ്ജാർ മരിച്ചതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ആ സമൂഹത്തിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടില്ല. മിൻ ജുൻദിൻ മിനസ് സമാഇ, ആകാശത്തിൽ നിന്നുള്ള ഒരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. എന്നാൽ ആകാശത്തു നിന്നുള്ള സൈന്യം എന്ന് പറഞ്ഞാൽ മലക്കുകളെ അള്ളാഹു ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ശിക്ഷ നൽകാൻ വേണ്ടി അള്ളാഹു ആകാശത്തു നിന്ന് മലക്കുകളെ ഇറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒമാ കുന്ന മുൻസിലീൻ, അള്ളാഹു പറയാണ്, അങ്ങനെ എന്തിനത് ഏതാനും ചില ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ മലക്കുകളെ ഞാൻ ഇറക്കുന്നതല്ല. ഒമാ കുന്ന മുൻസിലീൻ, ഞാൻ എൻ്റെ മലക്കുകളെ ആകാശത്ത് നിന്ന് ഇറക്കുന്നവരല്ല.
അപ്പോൾ ശത്രുക്കളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർത്ത ആളുകളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകളെ അവരെ ശിക്ഷ നൽകാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഒന്നായിട്ട് ഇറക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. ഇപ്പോൾ ബദറിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കൾ യുദ്ധം നടക്കുമ്പോൾ അന്ന് ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ ഇറക്കിയിട്ടുണ്ട്. അത് ശത്രുക്കളെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും ഒരു സഹായകമാവാൻ വേണ്ടിയും അവരോടുള്ളൊരു ബഹുമാന സൂചകമായിട്ടാണ് മലക്കുകളെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അല്ലാതെ ശത്രുക്കളെ തോൽപ്പിക്കാൻ അള്ളാഹുവിന് ഇങ്ങനെ കുറേ മലക്കുകൾ, 50,000 മലക്കുകളെ, 5,000 മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹുവിനില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ സമൂഹത്തെ, ഹബീബുൻ നജ്ജാറിനെയും മറ്റു 3 ദൂതന്മാരെയും കൊന്ന ഈ സമൂഹത്തെ, അന്താക്കിയ എന്ന ഈ ഒരു ഗ്രാമത്തിലെ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന് മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹുവിനില്ല. ഇൻകാനത്ത് ഇല്ലാ സുയ്ഹത്തുൻ വാഹിദ. അവർക്ക് ശിക്ഷയായിട്ട് അള്ളാഹു നൽകിയത് ഒരൊറ്റ അട്ടഹാസം. ഒരു അട്ടഹാസം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു അട്ടഹാസം അവിടെ ഉണ്ടാക്കി. ആ ഒരു അട്ടഹാസം കൊണ്ട് മാത്രം ഇവരെന്ത് ചെയ്തു? മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് കുറേ മലക്കുകൾ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെ നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഒരു അട്ടഹാസം അത് ചെയ്യിപ്പിച്ചതോടുകൂടെ ഫഇദാഹും ഖാമിദൂൻ എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇവരെന്ത് ചെയ്തു? മയ്യിത്തൂൻ, മരിച്ചുപോയി. അവരൊറ്റ അട്ടഹാസം കേൾക്കലോടുകൂടെ, നമ്മൾ ശബ്ദത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും. ശബ്ദം ഒരു ഇത്ര ഒരു ഇതുണ്ട്, ഡെസിബൽ. ആ ഡെസിബിൾ കടന്നാൽ പിന്നെ നമുക്ക് ശബ്ദം കേൾക്കൂല. അല്ലെങ്കിൽ ഇത്ര ഡെസിബിൾ കഴിഞ്ഞാൽ അത്രയും ശബ്ദം നമ്മളെ കാതുകൾ തട്ടിയാൽ അതെന്താകും? നമ്മൾ മരിച്ചു പോകും എന്നാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഒരൊറ്റ അട്ടഹാസം കൊണ്ട് മാത്രം അവിടെയുള്ള ആളുകളൊക്കെ, കാഫിര്യങ്ങളൊക്കെ എന്ത് ചെയ്ത്? മരിച്ചുപോയി എന്നുള്ളതാണ്. ആ ഒരു കറിയത്തിലുണ്ടായിരുന്ന, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചുപോയി എന്നുള്ളതാണ്. അത് ഇൻകാനത്ത് അവരുടെ ശിക്ഷ ആയിരുന്നില്ല ഇല്ലാ സുയ്ഹത്തുൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ എന്നാണ്. അവരുടെ ശിക്ഷ വെറും അട്ടഹാസം മാത്രമായിരുന്നു. ഫഇദാഹും ഖാമിദൂൻ, ആ ഒരൊറ്റ അട്ടഹാസം കൊണ്ട് മാത്രം അവർ മയ്യിത്തുൻ, മരിച്ചുപോയി എന്നർത്ഥം. ഹമദ എന്ന് പറഞ്ഞ ശരിക്കർത്ഥം തീ അണയുക എന്നൊക്കെയാണ് അർത്ഥം. അവരുടെ ജീവിതം അണഞ്ഞുപോയി, അങ്ങനെ മരിച്ചുപോയി എന്നർത്ഥം. യാ ഹസ്രത്തൻ അൽ ഇബാദ്, അള്ളാഹു പറയാൻ ഈ മനുഷ്യക്കൂട്ടം അല്ലെങ്കിൽ ഈ അടിമകൾക്ക് എന്തൊരു നാശമേ. യാ ഹസ്രത്തൻ അൽ ഇബാദ്. കാരണം മുർസലീങ്ങൾ വന്നു, അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവാണ് ഏകദൈവം എന്നൊക്കെ പറയുന്ന ദൂതന്മാർ വന്നിട്ടും, അല്ലെങ്കിൽ ഈ ദൂതന്മാരെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അവരുടെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ തന്നെ വന്നിട്ടും അവർ വിശ്വസിക്കാത്ത ഈ ഒരു സമൂഹത്തിന് നാശമേ. എന്ന് മാത്രമല്ല, മാ യഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഈ ഒരു സമൂഹത്തിലേക്ക് മാ യഅ്തിഹിം മിർ റസൂലിൻ, ഒരു റസൂലും അവരിലേക്ക് വന്നിട്ടില്ല, ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ റസൂലിനെ ഇവരെ കളിയാക്കിയിട്ടല്ലാതെ, പരിഹസിച്ചിട്ടല്ലാതെ. അപ്പോൾ അവരുടെ സമൂഹത്തിലേക്ക് ഏത് റസൂൽ വരുന്നോ ആ റസൂലിനെ ഇവർ പരിഹസിക്കുന്നതാണ്. ഇവരെ എങ്ങനെ പരിഹസിക്കും? ആ പരിഹാസം കാരണത്താലാണ് ഇവർ അവസാനം എന്ത് ചെയ്യുന്നത്? അവസാനം ഇവർ നാശത്തിലേക്ക് എത്തിയത് എന്ന് അള്ളാഹു പറയുന്നു. ഇനി മക്കക്കാരോടായിട്ട് അള്ളാഹു പറയുകയാണ്, അലം യറവൂ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറവൂ, നിങ്ങൾ കാണുന്നില്ലയോ? കം അഹ്ലക്നാ ഖബ്ലഹും, നിങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇവർക്കും മുമ്പ് ധാരാളം സമൂഹത്തെ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു സമൂഹമാണ് നമ്മൾ പറഞ്ഞത്, അതിനു മുമ്പ് ധാരാളം സമൂഹത്തെ നാം നശിപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അലം യറവൂ, നിങ്ങൾ കാണുന്നില്ലയോ എന്നാണ് മക്കക്കാരോട് ചോദിക്കാണ്. അങ്ങനെ മക്കക്കാരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഒരു പ്രവാചകനായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പം മുതൽ അൽ അമീനായി, വിശ്വസ്തനായിട്ട് അംഗീകരിച്ചിരുന്ന മക്ക ഖുറൈശികൾ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബൂവത്തുമായി റിസാലത്തുമായി വന്നപ്പോൾ അവർ അംഗീകരിച്ചില്ല. നിങ്ങൾ റസൂലാണ് അല്ലെങ്കിൽ നിങ്ങൾ നബിയാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ് മക്ക ഖുറൈശികൾ പറഞ്ഞത്. അവരോടായി പരിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, അലം യറവൂ, നിങ്ങൾ കാണുന്നില്ലയോ? കം അഹ്ലക്നാ ഖബ്ലഹും, ഇവരുടെയും മുമ്പ് നാം എത്രയോ നശിപ്പിച്ചിരിക്കുന്നു. മിനൽ ഖുറൂൻ, എത്രയോ നൂറ്റാണ്ടുകൾ താമസിച്ച ആളുകൾ എന്നർത്ഥം. മുമ്പ് കുറേ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ധാരാളം സമൂഹം ഉണ്ടായിരുന്നു, അവരെല്ലാം നാം നശിപ്പിച്ചു. അന്നഹും, ഈ നശിപ്പിച്ച ആളുകളിൽ നിന്ന് നശിച്ചു പോയ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഇലൈഹിം ലാ യർജിഊൻ, ഇപ്പോൾ ഈ ഒരു മുർസലീങ്ങളെ കളവാക്കുന്ന ആളുകളിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ ആദ്യമേ നശിച്ചു പോയ ആളുകളുണ്ടാകും, ആ പോയ ആളുകൾ പിന്നീട് ഒരിക്കലും തിരിച്ച് മടങ്ങി വന്നിട്ടില്ല. ഇപ്പോൾ കളവാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിലേക്ക് തിരിച്ച് മടങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ പോയാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് ഇവരോട്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരൊരിക്കലും മടങ്ങി വന്നിട്ടില്ല. എന്നിട്ടും എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്.
അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് മുമ്പും അല്ലെങ്കിൽ ഇവർക്ക് മുമ്പും ധാരാളം സമൂഹത്തെ നാം നശിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷകൾ നൽകിയിട്ടുണ്ട്. അവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം ശിക്ഷകൾ കിട്ടുന്നുണ്ടാകും എന്നറിഞ്ഞിട്ടും നിങ്ങളെന്താണ് ഇപ്പോഴും അത് എഴുത്തിബാർ, അത് ആലോചിക്കാത്തത് അല്ലെങ്കിൽ അതിൽ പാഠം ഉൾക്കൊള്ളാത്തത് എന്താണെന്നാണ് അള്ളാഹു ചോദിക്കുക. ഇൻ കുല്ലുൻ ലമ്മ ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. അള്ളാഹു പറയാണ്, ഇൻ കുല്ലുൻ, നിങ്ങളിൽ നിന്ന് എല്ലാ ആളുകളും, നിങ്ങൾ എന്നല്ല എല്ലാ കുല്ലുൽ ഖലായിക്ക്, എല്ലാ സൃഷ്ടികളും അല്ല, ലമ്മ ജമീഉൻ ലദൈന, ഞങ്ങൾ എൻ്റെ മുമ്പിൽ എന്നാണ് അള്ളാഹു പറയാണ്, എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടല്ലാതെ, മുഹ്ളറൂൻ അവരെ ഹാജരാക്കപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ എല്ലാ സൃഷ്ടികളും എൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടല്ലാതെ, എന്നാൽ എൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടല്ലാതെ, എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടല്ലാതെ ഒരു വസ്തുവും ലോകത്തില്ല. എല്ലാ സൃഷ്ടികളെയും അള്ളാഹുവിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടും എന്നുള്ളത് തന്നെയാണ് അള്ളാഹു പറയുന്നത്. ഇൻ കുല്ലുൻ ലമ്മ ജമീഉൻ ലദൈന, എന്നാൽ എല്ലാ വസ്തുക്കളും ഇല്ല, ലമ്മ ജമീഉൻ ലദൈന എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടല്ലാതെ, മുഹ്ളറൂൻ എൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടല്ലാതെ ഒരു വസ്തുവുമില്ല. അപ്പോൾ എല്ലാ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും എൻ്റെ മുമ്പിൽ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടും എന്നുള്ളത് ഉറപ്പാണ്. എന്തിനാണ്? ഹിസാബ് നടത്താൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടുന്നത്. ഹിസാബ് നടത്താൻ വേണ്ടി, നന്മയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ കൂലി കൊടുക്കാനും, തിന്മ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ നൽകാനും വേണ്ടി എല്ലാ സൃഷ്ടികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും എന്നുള്ളതാണ്. ഇനി അള്ളാഹു വീണ്ടും പറയാണ്, വആയത്തുല്ലഹും, ആർക്ക്? ഈ ജനങ്ങൾക്ക് ഒരു അടയാളമാകുന്നു, ഒരു ദൃഷ്ടാന്തമാകുന്നു. എന്തിനുള്ള ദൃഷ്ടാന്തം? ഇവിടുന്ന് നമ്മൾ മരിച്ചു പോയാൽ വീണ്ടും ജീവിക്കുമെന്നും പുനർജന്മം ഉണ്ട് എന്നുള്ളതിനും ഒരു ദൃഷ്ടാന്തമാകുന്നു അൽ അർള്, ഭൂമി. അൽ അർളുൽ മൈത്തത, മരിച്ചുപോയ ഭൂമി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഒരു വരണ്ടുണങ്ങിയ ഭൂമി. അഹ്യൈനാഹ, അള്ളാഹു അതിനെ പുനർജീവിപ്പിച്ചു. പല എന്തെങ്കിലും ഭൂമികളൊക്കെ കാണാം, ആകെ വരണ്ടുണങ്ങിയിട്ട് അവിടെ ഒരു തരിശു ഭൂമിയായിട്ടുണ്ടാകും, കൃഷികളൊന്നുമില്ല. പക്ഷേ പിന്നീട് അള്ളാഹു മഴ വർഷിപ്പിക്കും. മഴ വർഷിക്കലോടുകൂടെ പിന്നെ അവിടെ അങ്ങനെ എന്ത് ചെയ്യും? പച്ചപ്പുകൾ ഇങ്ങനെ പൊന്താൻ തുടങ്ങും, ഓരോ ചെടികളും മരങ്ങളും ഒക്കെ പൊന്താൻ തുടങ്ങും. അപ്പോൾ മരിച്ചു കിടന്ന ഭൂമിയെ വീണ്ടും ജീവിപ്പിക്കുന്നത് പോലെ മനുഷ്യന്മാരും മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കും എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, മാത്രമല്ല ആ ഭൂമി മരിച്ചു കിടന്ന, എന്നാൽ തരിശായി കിടന്ന ഭൂമിയിൽ നിന്ന് വെള്ളം, ആകാശത്ത് നിന്ന് മഴ ഇറക്കിയിട്ട് വെള്ളം ഇറക്കിയിട്ട് ആ മണ്ണിനെയൊക്കെ ഫലഭൂഷ്ടമാക്കുകയും, അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ നാം പുറപ്പെടുവിക്കും. കാരണം അതിൽ നമ്മൾ ധാന്യങ്ങളിടും, ആ ധാന്യങ്ങൾ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? തളിരിട്ടിട്ട് പുറത്തേക്ക് വരും, ഗോതമ്പ് അല്ലെങ്കിൽ അരി പോലത്തെ. ഫമിൻഹു യഅ്കുലൂൻ, എന്നിട്ടോ അതെടുത്തിട്ടാണ് മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത്. ഫമിൻഹു യഅ്കുലൂൻ. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ വരണ്ടുണങ്ങിയ ഭൂമിയെ വീണ്ടും വെള്ളം തന്ന് അതിനെ ഫലഭൂഷ്ടമാക്കുകയും അതിലൂടെ കൃഷി ഉണ്ടാക്കുകയും ആ കൃഷിയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഭൂമിയെ ഉണ്ടാക്കിയത് ഞാനാകുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിച്ചതുപോലെ നിങ്ങൾ മരിച്ചാൽ വീണ്ടും നിങ്ങളെ പുനർജീവിപ്പിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. ജഅൽനാ ഫീഹാ ജന്നാത്തിൻ, മാത്രമല്ല ആ ഭൂമിയിൽ നിങ്ങൾക്ക് നാം ആക്കിത്തന്നു ജന്നാത്തിൻ, അരുവികൾ, പൂന്തോട്ടങ്ങൾ നിങ്ങൾക്ക് ആക്കിത്തന്നു. മിൻ നഖീൽ, ഈന്തപ്പനത്തിൻ്റെ, വഅനാബിൻ, മുന്തിരികളുടെ പൂന്തോട്ടങ്ങൾ അല്ലെങ്കിൽ തോട്ടങ്ങൾ. ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ഫജ്ജർനാ ഫീഹാ, ആ ഭൂമിയിൽ നാം നിങ്ങൾക്ക് കീറിത്തന്നു. ഫജ്ജർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീറിത്തന്നു. മിനൽ ഉയൂൻ, എന്ത്? അരുവികളൊക്കെ ഞാൻ കീർത്തുന്നു. എന്നാൽ ഏത് തോട്ടമാണെങ്കിലും ആ തോട്ടത്തിന് അടുത്തുകൂടെ എന്തെങ്കിലും അരുവികളോ പുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാലുകളൊക്കെ ഒഴുകിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ നാം കീറി തന്നിട്ടുണ്ട്. എന്തിനാണത്? ലിയഅ്കുലൂ മിൻ സമരിഹി, എന്നാൽ നിങ്ങൾ ആ ഒരു തോട്ടത്തിൻ്റെ പഴങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഭൂമിയെ ജീവിപ്പിക്കുകയും ആ ഭൂമിയിൽ നിങ്ങൾക്ക് വെള്ളം നൽകുകയും അതിൽ തോട്ടങ്ങൾ, മുന്തിരിയുടെയും ഈത്തപ്പഴത്തിൻ്റെയും അതേപോലെ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും അതിനിടയിലൂടെ അരുവികൾ കീറിത്തരുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ തോട്ടത്തിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാണ് പഴങ്ങളൊക്കെ നിങ്ങൾ തിന്നുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. വമാ അമിലത്തു ഹൈദിഹിം, അള്ളാഹു പറയാണ് എന്തിനത്? മനുഷ്യന്മാരുടെ ഒരു കൈകളും അതിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിൽ പ്രവർത്തിച്ചത് മുഴുവൻ അള്ളാഹുവിൻ്റെ കൈകളാണ്. നമ്മൾ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നട്ടുമുറിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കൃഷിയെ വളർത്തുന്നത്, ആ ഒരു മരത്തെ വളർത്തുന്നത് അള്ളാഹുവാണ്. മനുഷ്യൻ്റെ കരങ്ങൾ ഒന്നും അതിൽ പ്രവർത്തിക്കുന്നില്ല, അള്ളാഹുവാണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നിട്ടും അഫലാ തഷ്കുറൂൻ, നിങ്ങൾ നന്മ കാണിക്കുന്നില്ലയോ? അള്ളാഹു ഇത്രയും നിയമത്തുകൾ നൽകിയിട്ടും നിങ്ങൾ നന്മ കാണിക്കുന്നില്ലയോ? ഒരു നന്ദി കാണിക്കുന്നില്ലയോ? അതിന് ശുക്ർ നിങ്ങൾ നൽകുന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വീണ്ടും അള്ളാഹു പറയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ,
സുബ്ഹാനല്ലദീ, ഒരുത്തൻ്റെ പരിശുദ്ധിയെ എത്ര വാഴ്ത്തുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധി എത്രയാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്. ഖലഖൽ അസ്വാജ്, അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. കുല്ലഹ, എല്ലാ എന്ത് ചെയ്യാം ഇനങ്ങളും എന്നാൽ മനുഷ്യർ അല്ല, ജീവികൾ അല്ല, സസ്യങ്ങളിൽ പോലും ഇണകളുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു. കുല്ലഹ മിമ്മ തുമ്പിത്തുള്ളത്, ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്ന എല്ലാത്തിലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാത്തിനും. വമിൻ അൻഫുസിഹിം, മാത്രമല്ല മനുഷ്യൻ്റെ ശരീരത്തിലും അള്ളാഹു എന്ത് ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ആണും പെണ്ണുമായ കുട്ടികളെ അള്ളാഹു നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാകുന്നു. മിമ്മാലായ അലമൂൻ, മനുഷ്യന് പോലും അറിയാത്ത എത്രയോ ജീവികളെ അല്ലെങ്കിൽ എത്രയോ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന മനുഷ്യരിൽ നിന്ന് ഇണകളെ സൃഷ്ടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കറിയുന്ന ജീവികളും അല്ലെങ്കിൽ സസ്യങ്ങളിലും ഇണകളും ഒക്കെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു നമുക്കറിയാത്ത ജീവികളിലും അള്ളാഹു ഇങ്ങനെ ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മിമ്മാലായ അലമൂൻ. അപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇതിലൊക്കെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, പാഠം ഉണ്ട് എന്നുള്ളതാണ്. വായത്തുലഹും, അള്ളാഹു വീണ്ടും പറയാണ് ജനങ്ങൾക്ക് വീണ്ടും എന്തിനത് ഒരു ദൃഷ്ടാന്തമുണ്ട്. വേറെ ദൃഷ്ടാന്തം പറയാണ്. വായത്തുലഹും, ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാകുന്നു. അള്ളാഹുവിൻ്റെ കുദ്റത്തിന് മേൽ അറിയിക്കുന്ന, അള്ളാഹു വലിയ ഖാദിറാണ് എന്നതിന്മേൽ അറിയിക്കുന്ന വലിയ ദൃഷ്ടാന്തമാകുന്നു അല്ലൈൽ, രാത്രി. നസ്ലഹു മിൻഹു നഹാർ, ആ രാത്രിയിൽ നിന്ന് ഞാൻ പകലിനെ വലിച്ചെടുക്കുന്നു. ഫൈദാഹും മുദ്രിമൂൻ, അങ്ങനെ വലിച്ചെടുത്താൽ പിന്നെ ഇരുട്ടിലായിരിക്കും രാത്രി. ആ രാത്രിയിലേക്ക് വെളിച്ചമേകുമ്പോഴാണ് എന്ത് പകലാകുന്നത്. ആ പകൽ ആ വെളിച്ചമെടുത്ത് ഒഴിവാക്കിയാൽ എന്താകും, അവിടെ രാത്രിയാകും. അപ്പോൾ ആദ്യം രാത്രിയാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്ക് വെളിച്ചം നൽകിയാൽ പകലാകുന്നതാണ്. നസ്ലഹു മിൻഹു നഹാർ, ആ രാത്രിയിൽ നിന്ന് പകലിനെ ഞാൻ അങ്ങനെ വലിച്ചെടുക്കും. വലിച്ചെടുത്തതോടുകൂടെ എന്ത് ചെയ്തു, അപ്പോൾ മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ സൂര്യനെ അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ വെളിച്ചം അള്ളാഹു കൊണ്ടുപോവാണ്. ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയാൽ മഗ്രിബ് ആയതോടുകൂടെ രാത്രിയായി. ഫൈദാഹു മുദ്രിമൂൻ, പിന്നെ ലോകം മുഴുവൻ ഇരുട്ടിൽ എന്നാണ് എന്ത് ചെയ്ത് ഒരു ഇരുട്ടിലായിരിക്കും എന്നുള്ളത്. ഇനി പറയാണ് അടുത്ത ദൃഷ്ടാന്തം. ഇതൊരു ദൃഷ്ടാന്തമാണ്. രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതും, രാത്രിയിൽ നിന്ന് പകലിനെ വലിച്ചെടുക്കുമ്പോൾ വീണ്ടും ആ രാത്രി വരുന്നതും, ആ രാത്രിയിലേക്ക് വെളിച്ചമേകുമ്പോൾ വീണ്ടും പകൽ വരുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാകുന്നു. വശംസു, സൂര്യനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാകുന്നു. എങ്ങനത്തെ സൂര്യന, തെജിരി ലി മുസ്തഖരി ലഹ, സൂര്യനും എന്തിന് അതിൻ്റെതായ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. എന്നാൽ അള്ളാഹു കൃത്യമായിട്ടും സൂര്യന് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ടാകും. ആ കണക്കിലൂടെ എന്ത് ചെയ്യുന്നത് സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതെങ്ങാനും സൂര്യൻ സ്വയഷ്ടപ്രകാരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാണ് സഞ്ചരിച്ചാലെന്നുണ്ടെങ്കിൽ ലോകം അവസാനിക്കും. കാരണം സൂര്യൻ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ നിന്ന് കുറച്ചും കൊണ്ട് താന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ കുറച്ചൊരു മുകളിലേക്ക് കയറിയാൽ ഭൂമി മുഴുവൻ തണുത്ത് ഉരുണ്ടു പോകും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ കൃത്യമായിട്ടും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ശരിക്ക് നിശ്ചയിച്ചു കൊടുക്കാമെന്നാണ്. അള്ളാഹു കൃത്യമായി നിശ്ചയിച്ചു കൊടുത്ത ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിൽ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിന് കൃത്യമായിട്ട് എന്താണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. സൂര്യൻ സഞ്ചരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സ്വയം ഇങ്ങനെ കറങ്ങുകയാണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റു ഗ്രഹങ്ങളെ വലയം ചുറ്റുകയാണോ, അത് എങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരം എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടില്ല. ഏതായാലും നാം മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ എന്താവുന്നു സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, ഇതെല്ലാം കാരണം സൂര്യൻ അല്ലെങ്കിൽ രാപ്പകലും മാറി മറിയുന്നതും സൂര്യൻ സഞ്ചരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ അലീമും അസീസുമായ അള്ളാഹുവിൻ്റെ കണക്കുകളാകുന്നു, അള്ളാഹുവിൻ്റെ കഴിവുകളാകുന്നു. അതൊക്കെ അസീസ് എന്ന് പറഞ്ഞാൽ മഹോന്നതനായ അള്ളാഹു അൽ അലീം, എല്ലാം അറിയുന്ന. അപ്പോൾ കൃത്യമായിട്ടും എങ്ങനെയാണ് സൂര്യനെ ചലിപ്പിക്കണമെന്നും എപ്പോഴാണ് രാത്രി എപ്പോഴാണ് പകൽ വരേണ്ടത് എന്നൊക്കെ കൃത്യമായി അറിയുന്ന അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടലാകുന്നു ഈ പകലുകൾ മറിയുന്നതും ഈ സൂര്യൻ സഞ്ചരിക്കുന്നതും എല്ലാം. വൽ ഖമർ, ഇനിയോ സൂര്യൻ ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാകുന്നു. വൽ ഖമർ ഖദ്ദർനാഹു, ഈ ചന്ദ്രനെയും നാം എന്ത് ചെയ്തു ഖദ്ദർനാഹു, കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെ സഞ്ചരിക്കണം എന്നുള്ളത് കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ഓരോ മൻസിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിശദീകരണം പറയുന്നുണ്ട്. ഒരു മാസം 28 മൻസിലുകൾ എന്ന് പറഞ്ഞാൽ 28 സ്ഥലങ്ങൾ, 28 സ്റ്റോപ്പുകൾ ആർക്ക് ഈ ചന്ദ്രന് അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നാണ്. 29ാമത്തെ ദിവസം ചന്ദ്രന് കാണൂല, എന്നാൽ പ്രത്യേക മൻസിലുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് 29ാമത്തെ ദിവസം നമ്മൾ കാണാത്തത്. ചിലപ്പോൾ 30ാമത്തെ ദിവസം, കാരണം ഒന്നുകിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ചന്ദ്രൻ മറഞ്ഞിട്ടുണ്ടാകും.
അപ്പോൾ 29 മാസം എന്നുണ്ടെങ്കിൽ 29 മറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ 2 ദിവസം മറിഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ഇന്നാണ് ചില മാസങ്ങൾ 28 അല്ലെങ്കിൽ ചില മാസങ്ങൾ 29, ചില മാസം 30 ഒക്കെ ഉണ്ടാവുക. ഏതായാലും 28 മൻസിലുകൾ അള്ളാഹു ഈ ചന്ദ്രന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 29 ദിവസങ്ങളുള്ള മാസമാണെങ്കിൽ 1 ദിവസവും, 30 ദിവസങ്ങളുള്ള മാസങ്ങളാണെങ്കിൽ 2 ദിവസവും ചന്ദ്രൻ മറിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു? കൃത്യമായിട്ടും മൻസിലുകൾ കൊടുത്തിട്ടുണ്ട്. ആ 28 മൻസിലുകൾ കഴിഞ്ഞാൽ 29 അല്ലെങ്കിൽ 30 ദിവസം അത് മറിഞ്ഞിട്ടുണ്ടാകും. ഹത്ത ആദ, പിന്നെ അതെന്ത് ചെയ്യും? മടങ്ങി വരും. കൽ ഉർജുനിൽ ഖദീം, ഏതുപോലെ? പഴയ ഈത്തപ്പനയുടെ കൊമ്പ് പോലെ എന്നർത്ഥം. ഈത്തപ്പനൻ്റെ ഒരു കൊമ്പുണ്ടാവും, എന്നാൽ ഈത്തപ്പൻ്റെ ചെറിയ ഈത്തപ്പനകളുള്ളൊരു ആ കൊലമ്പുണ്ടാവുന്ന ഒരു കൊമ്പ്. ആ ഒരു കമ്പ് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. കുറച്ചുകൂടി പഴകി കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. ആ വളഞ്ഞതുപോലെ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാം. അപ്പോൾ 28 ദിവസം കഴിഞ്ഞു, 29 അല്ലെങ്കിൽ 30 ദിവസം ചന്ദ്രൻ മറിഞ്ഞ് പിന്നെ നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ ഒരു നമ്മൾ തേങ്ങാപ്പൂൾ എന്ന് പറയും. കാരണം നമുക്ക് തേങ്ങാപ്പൂൾ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ മനസ്സിലാവുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ തേങ്ങാപ്പൂൾ പോലെ എന്ന് പറയും. അത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു എല്ലാവർക്കും മനസ്സിലായിരുന്ന ഒരു സാധനമായിരുന്നു ഈ ഈത്തപ്പനയുടെ ആ കമ്പ് എന്നുള്ളത്. അപ്പോൾ പഴയ ഈത്തപ്പനയുടെ കമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ചന്ദ്രനായിട്ട് നമുക്ക് കാണാം. അങ്ങനെ മടങ്ങി വരും എന്നർത്ഥം. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ ചന്ദ്രൻ, ഇത് വിശദമായിട്ട് സോഷ്യൽ സയൻസുകളൊക്കെ പഠിക്കണം, അതിലാണ് മനസ്സിലാവുക. ചന്ദ്രൻ എന്താവുന്നില്ല, അതിൻ്റെ വലിപ്പം ചെറുതാവണോ വലുതാകുന്നോ അല്ല, അതിൻ്റെ വിസിബിലിറ്റി, നമ്മൾ കാണുന്ന വിസിബിലിറ്റി അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നമുക്ക് പരിപൂർണമായി കാണാൻ സാധിക്കും. കാരണം ഭൂമി സ്വയം കറങ്ങുന്നത് അല്ല, ഈ ചന്ദ്രൻ സ്വയം കറങ്ങുന്നത് പോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുമുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതടിസ്ഥാനത്തിലാണ് നമുക്ക് അങ്ങനെ ഭാഗികമായിട്ടൊക്കെ കാണുന്നത് എന്ന് പറയുന്നു. പോട്ടെ, ഏതായാലും അള്ളാഹു പറയണേ, ലശംസു എംബഗീരഹ അൻ തുദിരിക്കൽ ഖമർ. ലശംസു, സൂര്യന് ഒരിക്കലും സാധിക്കുകയില്ല. എംബഗി എന്നാൽ ലശംസു എംബഗി, സൂര്യന് ഒരിക്കലും സാധിക്കുന്നതല്ല. അൻ തുദിരിക്കൽ ഖമറ, ചന്ദ്രനെ എത്തിക്കാൻ. എന്നാൽ സൂര്യനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല, സൂര്യന് സാധിക്കുന്നതല്ല. അൻ തുദിരിക്കൽ ഖമറ, ഇത് ചന്ദ്രൻ എത്തിക്കാം. കാരണം സൂര്യൻ ഉണ്ടാവൽ പകൽ സമയത്തായിരിക്കും, ചന്ദ്രൻ ഉണ്ടാവുക രാത്രി സമയത്തായിരിക്കും. ഇതൊരിക്കലും ഉണ്ടാവില്ല യോജിച്ച് വരികയോ അല്ലെങ്കിൽ രണ്ടും കൂട്ടിമുട്ടുകയോ ഉണ്ടാകുന്നതല്ല എന്നർത്ഥം. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഒരിക്കലും രാത്രി സമയങ്ങളിൽ ചന്ദ്രനെ കാണുന്ന പോലെ രാത്രി സമയത്തിൽ ഒരിക്കലും സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. വലല്ലയിലും സാബിഖുന്നഹാർ, രാത്രി പകലിനെ മുൻകടക്കുന്നൊന്നുമല്ല. ഏതെങ്കിലും ഒരു ദിവസം 2 മണിക്ക് തന്നെ രാത്രിയാവാം, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്ക് രാത്രിയാവാൻ ഉണ്ടാവില്ല. എന്നാൽ പകലിൻ്റെ സമയം കഴിയുന്നുണ്ടാവും 6 മണിക്ക് അല്ലെങ്കിൽ 6:30 പകലിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് രാത്രി വരുന്നത്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ രാവിലെ 10 മണിക്ക് തന്നെ രാത്രിയാവുക, സൂര്യൻ അസ്തമിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും രാത്രിയാവുക, സൂര്യൻ അസ്തമിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. വലല്ലയിലും രാത്രിയും അല്ല, സാബിഖുന്നഹാർ പകലിനെ അതിജയിക്കുന്ന അല്ലെങ്കിൽ പകലിനെ മുൻകടക്കുന്ന അല്ല രാത്രി. പകൽ കഴിഞ്ഞിട്ടേ പിന്നെന്താവും രാത്രി വരുള്ളൂ, രാത്രി കഴിഞ്ഞിട്ടാണ് പകൽ വരിക. അതൊക്കെ അള്ളാഹുവിൻ്റെ കൃത്യമായ കണക്ക് കൂട്ടലുകളാകുന്നു, അതിൽ പഴക്കുകയില്ല. വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം സൂര്യനാവട്ടെ അല്ലെങ്കിൽ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ എന്താണെങ്കിലും ഫീ ഫലക്കിൻ അതിൻ്റേതായ ഒരു ഫലക്ക് ഉണ്ടാവും. ഫലക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു സഞ്ചാര പദം ഉണ്ടാകും, ഓർബിറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ ഒരു സഞ്ചാര പദത്തിൽ യസ്ബഹൂൻ ആണ് യസീറൂൻ, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു എല്ലാത്തിനും, സൂര്യനാണെങ്കിൽ സൂര്യന് കൃത്യമായ ഒരു പാത്ത്, ഒരു വഴി, ചന്ദ്രന് കൃത്യമായിട്ടുള്ള ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായ വഴികൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ ആ വഴിയിൽ തന്നെ ആ ഒരു ഓർബിറ്റിൽ തന്നെ ആ ഒരു സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ എല്ലാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. വായത്തുല്ലഹും അള്ളാഹു വീണ്ടും പറയാണ്, ജനങ്ങൾക്ക് വീണ്ടും എന്താണ് ഒരു ദൃഷ്ടാന്തമാകുന്നു. അന്ന ഹമിൽനാ ദുരിയത്തഹും, ജനങ്ങളുടെ എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഒരു പ്രളയമുണ്ടാവുകയും ആ പ്രളയത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ മാത്രം നൂഹ് നബിയും കുടുംബവും അല്ലെങ്കിൽ നൂഹ് നബീൻ്റെ സന്താന പരമ്പരയും ആ കപ്പൽ കയറി രക്ഷപ്പെടുകയും അന്ന് മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ ആ കപ്പൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ആ ഒരു കാര്യത്തെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, വആയത്തുല്ലഹും ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്, വീണ്ടും ദൃഷ്ടാന്തമാണ്. അന്ന ഹമൽനാ ദുരിയത്തഹും, ആ ജനങ്ങളുടെ മക്കളെ ഞാൻ അവരെ ചുമന്നിട്ടുണ്ട്, അവരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഫിൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ, ഫിൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നർത്ഥമുണ്ട്. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നേരത്തെ ഫലക്ക് എന്ന് പറഞ്ഞു, ഫലക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സഞ്ചാര പദം എന്നൊക്കെ എന്നർത്ഥം. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ.
അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ മക്കളെയെല്ലാം ഞാൻ ചുമന്നിട്ടുണ്ട്. ഫിൽഫിൽക്കിൽ മഷ്ഹൂൻ, മഷ്ഹൂൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ എന്നർത്ഥം, നിറഞ്ഞ കപ്പൽ. ആ കപ്പലിൽ നിറയുമ്പോളം ആളുകൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിന് കൃത്യമായിട്ടും കപ്പലുണ്ടാക്കാനും എത്ര വലുപ്പത്തിലുള്ള കപ്പലാണ് എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. കൃത്യമായി ആ കപ്പലിൽ കയറാൻ പറ്റുന്ന ആളുകൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിരുന്നത് അവരെല്ലാവരും. അപ്പോൾ കപ്പൽ നിറയെ ഈ നിങ്ങളുടെ മക്കളെ, മനുഷ്യന്മാരുടെ മക്കളെ നാം ചുമന്ന് കൊണ്ടുപോന്നിട്ടുണ്ട്. അതിലൊക്കെ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ലോകം മുഴുവൻ തകർന്നപ്പോഴും നൂഹ് നബിയെയും ഈ സന്താനങ്ങളെയും അള്ളാഹു രക്ഷിച്ചു എന്നുള്ളതിൽ ജനങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തമുണ്ട്. വഹലക്നാലുഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, വഹലക്നാലുഹും ജനങ്ങൾക്ക് നാം സൃഷ്ടിച്ചു കൊടുത്തു മിൻ മിസ്ലിഹി അതേപോലത്തെ കപ്പലുകൾ, മാ യർകബൂൻ കടലിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുന്ന, കടലിലൂടെ അവർക്ക് സഞ്ചരിക്കാം. നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കി, അതേപോലെ പിന്നീട് ആളുകൾ പിന്നെ കപ്പലുണ്ടാക്കി. കാരണം കപ്പലുണ്ടാക്കാൻ ആദ്യമായിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നിർദ്ദേശം കൊടുക്കുകയും അതേ പ്രകാരം പിന്നെ ആളുകൾ ഇങ്ങനെ കപ്പലുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നർത്ഥം. അപ്പോൾ വഹലക്നാലുഹും ജനങ്ങൾക്ക് അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തു മിൻ മിസ്ലിഹി, ഏതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ പോലെ മാ യർകബൂൻ അവരിങ്ങനെ വാഹനം കയറുന്ന കപ്പലുകൾ ഉണ്ടാക്കാൻ അള്ളാഹു പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തു. അള്ളാഹു പറയാണ് വഇൻ നശഅ നുഗ്രിഖുഹും, നമ്മൾ ഉദ്ദേശിച്ചാൽ വേണമെങ്കിൽ അവരെ നമ്മൾ മുക്കും, വെള്ളത്തിൽ മുക്കുന്നതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ കാലഘട്ടത്തിൽ നൂഹ് നബിയുടെ ആ കപ്പലല്ലാത്ത ബാക്കിയെല്ലാം ലോകത്ത് മുങ്ങിപ്പോയി. വേണമെങ്കിൽ അള്ളാഹുവിനെ നൂഹ് നബിയുടെ കപ്പലും മുങ്ങിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിനെയും മുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടലിൽ പോകുമ്പോൾ ആഡംബര കപ്പലുകൾ, വലിയ വലിയ ആഡംബര കപ്പലുകൾ പോകുമ്പോൾ ഇതൊരിക്കലും മുങ്ങാൻ സാധ്യതയില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അള്ളാഹു പറയുകയാണ് ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നുഗ്രിഖുഹും അവരെ നാം മുക്കുന്നതാണ്. ടൈറ്റാനിക് എന്ന് പറഞ്ഞൊരു കപ്പലുണ്ടായിരുന്നു. വലിയ ആർഭാടത്തിലുള്ള വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു കപ്പലാണ് അതുണ്ടായിരുന്നത്. ആ ഒരു കപ്പൽ അതിൻ്റെ ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ അത് നശിച്ചു. കാരണം വൈൻ നശു നുഗ്രിഖുഹും അള്ളാഹു പറയാണ് ഞാൻ ഉദ്ദേശിച്ചാൽ എത്ര വലിയ കപ്പലായിട്ടും കാര്യമില്ല, വേണമെങ്കിലും അവരെ ഞാൻ മുക്കുന്നതാണ്. ഫലാ സ്വരീഖ ലഹും അവർക്കൊരിക്കലും ഒരു സഹായിയില്ല. സ്വരീഖ് എന്ന് പറഞ്ഞാൽ സഹായി, അവർക്കൊരിക്കലും ഒരു സഹായിയും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ അവരൊരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല. അന്ന് ആ ടൈറ്റാനിക് എന്ന കപ്പലുണ്ടായിരുന്നു, ആരും രക്ഷപ്പെട്ടില്ല, എല്ലാവരും മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ കപ്പലിനെ, ജനങ്ങളുടെ അടുത്ത് കപ്പലുണ്ടെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കപ്പലിനെ മുക്കാനും അതിലുള്ള ആളുകളെ മുഴുവൻ കൊല്ലാനും അള്ളാഹുവിനെ സാധിക്കുന്നതാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പോവാത്ത രീതിയിൽ, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അവരെ മുക്കിക്കൊല്ലാൻ അള്ളാഹുവിന് സാധിക്കും. ഇല്ലാ റഹ്മത്തും മിന്ന, പിന്നെ കുറേ ആളുകൾ കപ്പലിൽ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? ഇല്ലാ റഹ്മത്തും മിന്ന, നമ്മുടെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. ആ റഹ്മത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു മുക്കിക്കൊല്ലുമായിരുന്നു. റഹ്മത്ത് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ മുക്കാതെ കടലിൽ മുങ്ങാതെ പോവുകയാണ്. മത്താൻ ഇലാഹീൻ, മത്താൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് തരണം നമുക്ക്. അള്ളാഹു നല്ല സൗകര്യം നൽകണം. മത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൗകര്യം നൽകുകയാണ് നമുക്ക്. ഇലാഹീൻ ഒരു സമയം വരേക്കും അള്ളാഹു കൃത്യമായി സൗകര്യം കൊടുക്കും. അപ്പോൾ കപ്പലിൽ സഞ്ചരിക്കുന്ന, വിമാനത്തിൽ സഞ്ചരിക്കുന്ന, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന നമ്മൾക്ക് അള്ളാഹു അപകടങ്ങളും തരാതെ, അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു സുഖവും സൗഖ്യവും നമുക്ക് നൽകുന്നു. പക്ഷേ ഇലാഹീൻ ഒരു സമയം വരേക്കും. ആ സമയമായി കഴിഞ്ഞാൽ അള്ളാഹു ചിലപ്പോൾ പിടിക്കും. അത് ചിലപ്പോൾ കപ്പൽ മുങ്ങിയിട്ടാവാം, വിമാനം തകർന്നിട്ടാവാം, അല്ലെങ്കിൽ വാഹനങ്ങൾ ആക്സിഡൻ്റ് ആയിട്ടാവാം. എങ്ങനെയെങ്കിലും അള്ളാഹു ആ സമയം വരേക്കും നമുക്ക് സുഖവും സൗഖ്യവും നമുക്ക് നൽകും. ആ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ആരും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇനി പറയാം വൈദാ ഖീലഹും, ജനങ്ങളോട് പറയപ്പെട്ടാൽ ഇത്തഖൂ മാ ബൈന ഐദീക്കും, നിങ്ങൾ സൂക്ഷിക്കുക മാ ബൈന ഐദീക്കും. എന്നാൽ ദുന്യാവിൽ വെച്ച് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ കുറേ ആളുകളുടെ ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷയ്ക്ക് നോക്കിയിട്ട് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയപ്പെട്ടാൽ, ഒമാ ഖൽഫക്കും, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന, നിങ്ങൾക്ക് പിന്നിൽ വരാൻ പോകുന്ന അദാബുൽ ആഖിറ, ആഖിറത്തിലെ ധാരാളം ശിക്ഷ. അപ്പോൾ ജനങ്ങളോട് അള്ളാഹു പറയാണ് മുൻകഴിഞ്ഞ സമൂഹത്തിലെ ആളുകൾക്ക് ശിക്ഷ നൽകിയിട്ടുണ്ടല്ലോ, ആ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടോ? അല്ലെങ്കിൽ വരാൻ പോകുന്ന ശിക്ഷ, ആഖിറത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷയുണ്ട്, അതിനാലോചിച്ചിട്ടെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വ, അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഭയഭക്തി ഉണ്ടാവണമെന്ന് പറയപ്പെട്ടാൽ എന്തിനാണത്? ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെ ഭയഭക്തി ഉണ്ടായാൽ നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് നൽകും, അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും കേൾക്കില്ല, അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. എന്നിട്ട് അള്ളാഹു പറയാണ് വമാ തഅതീഹിം മിൻ ആയത്തിൻ, അവർക്ക് ഒരു ദൃഷ്ടാന്തവും ഇറക്കിയിട്ട് കാര്യമില്ല. മിൻ ആയാത്ത് റബ്ബിഹിം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും അവർക്ക് ഇറക്കിയിട്ട് കാര്യമില്ല. ഇല്ലാ കാനു അൻഹാ മുഅ്രിദീൻ, ആ ദൃഷ്ടാന്തത്തെ തൊട്ട് അവർ തലതിരിക്കുന്ന.
അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം അനുഗ്രഹങ്ങളോ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളോ അല്ലെങ്കിൽ വേറെ സമൂഹത്തിന് അള്ളാഹു എന്ത് ചെയ്തു, ശിക്ഷ ഇറക്കി കൊടുത്തു. എന്നാലും ജനങ്ങൾ എന്താവുന്നില്ല, നന്നാവുന്നില്ല. ഏതെങ്കിലും വേറെ രാജ്യങ്ങളിലോ വേറെ സംസ്ഥാനങ്ങളിലോ വേറെ ജില്ലകളിലോ അപ്പുറത്തെ നാട്ടിലോ എന്തെങ്കിലും അപകടം നടക്കുകയോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ നന്നാവുന്നില്ല. ഇല്ലാക്കാനോ അൻഹാ മൗലിദീൻ, ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇവർ മനുഷ്യന്മാർ തലതിരിക്കുന്നു, അവരതിൽ നിന്ന് പിന്തിരിയുന്നു, അവരതിനൊന്നും എന്താവുന്നില്ല, പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വൈദാഖിയല്ലഹും, ഇനി ആ മക്ക ഖുറൈശികളോട് പറയപ്പെട്ടാൽ, എന്നാൽ മക്ക ഖുറൈശിയിൽ നിന്ന് സ്വഹാബികളായ ആളുകൾ, ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികൾ വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. അവർക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അറേബ്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മക്ക ഖുറൈശികളുണ്ടായിരുന്ന സമ്പന്നരായ അല്ലെങ്കിൽ പൈസക്കാരായ ആളുകളോട് ഇവർ ചോദിക്കും, കുറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കുമായിരുന്നു. മക്ക ഖുറൈശികൾ കളിയാക്കും, നിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾ ദൈവമില്ലേ, നിങ്ങളെ അള്ളാഹുവില്ലേ, അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് അവർ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്നാണ്. വൈദാ ഖീലഹും, ഈ ജനങ്ങളോട് എന്നാൽ ഈ മക്ക ഖുറൈശികളോട് പറഞ്ഞാൽ, വൈദാ ഖീലഹും, അവർ അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ധാരാളം റിസ്ക് നൽകി, ധാരാളം പൈസ നൽകി, സമ്പത്ത് നൽകി, അതിൽ നിന്ന് നിങ്ങൾ ചിലവാക്കൂ, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞാൽ, ഖാലല്ലദീന കഫറു, ഈ കാഫിറുകൾ പറയും, ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ഈ സ്വഹാബികളായ പാവപ്പെട്ട സ്വഹാബികളോട് അവരെ കളിയാക്കിയിട്ട് പറയും, അനുത്ഇമു, നമ്മൾ ഭക്ഷിപ്പിക്കുകയോ, മൻ ലൗ യശാഉല്ലാഹു തആല, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഭക്ഷണം നൽകുന്ന നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ? നിങ്ങളല്ലേ പറഞ്ഞത്, എന്നാൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹു ആണ്, പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നൽകൂലേ എന്നിവർ കളിയാക്കി പറയുമായിരുന്നു. അനുത്ഇമു, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകണമോ, മൻ ഒരുത്തരെ ഞങ്ങൾ ഭക്ഷിപ്പിക്കണോ, ലൗ യശാഉല്ലാഹു തആല, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകൂലേ, പിന്നെ ഞങ്ങൾ ഭക്ഷണം നൽകണോ എന്ന് അവർ ചോദിക്കണം. അവർ ആരെ മുഅ്മിനീങ്ങളെ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട സ്വഹാബികളെ കളിയാക്കിയിട്ട് ഇവർ പറയുകയാണ്. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, അള്ളാഹു പറയാണ്, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ, നിങ്ങൾ തീർച്ചയായിട്ടും വ്യക്തമായ വൈകേടിലാകുന്നു നിങ്ങൾ. ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ ഫീ ളലാലി മുബീൻ, വ്യക്തമായ വൈകേടിലല്ലാതെ നിങ്ങളല്ല, കാരണം നിങ്ങൾ തീർച്ചയായിട്ടും വ്യക്തമായ വൈകേടിലാകുന്നു. നിങ്ങൾ ദീൻ ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ദൃഷ്ടാന്തങ്ങളും ഈ പറയപ്പെട്ട ശിക്ഷകളും ഒക്കെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരൂ, അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരൂ എന്ന് അള്ളാഹു ഈ കാഫിരീങ്ങളോട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിന് എടുക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.